ഒന്ന്, അള്ളാഹുവിൻ്റെ നാമഗുണ വിശേഷണങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. വീടിൻ്റെ ഏതെങ്കിലും കോലായിലോ ഹാളിലോ കുറച്ച് നാമങ്ങൾ കെട്ടിത്തൂക്കൽ കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ പരിചയിക്കലാവില്ല. കേവലം ആ പദങ്ങൾ മനഃപ്പാടമാക്കിയത് കൊണ്ട് അള്ളാഹുവിൻ്റെ നാമങ്ങൾ മനസ്സിലാക്കലാവില്ല. റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് നമുക്കൊക്കെ സുപരിചിതമാണല്ലോ. എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? എന്തായിരുന്നു? ഇന്നലില്ലാഹി, അള്ളാഹുവിനുണ്ട് 99 നാമങ്ങൾ അള്ളാഹുവിനുണ്ട്. മൻ അഹ്സാഹാ, ആരെങ്കിലും ആ നാമങ്ങൾ ഇഹ്സാ ചെയ്യുകയാണെങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. എന്താ ഇഹ്സാ? അതാണല്ലോ അടുത്ത ചോദ്യം. എന്താണ് ഇഹ്സാ? ആ നാമങ്ങളെല്ലാം മനസ്സിലാക്കി പഠിച്ചു, അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിച്ചു. അപ്പോൾ ഒരു വ്യക്തിക്ക് നല്ല ഹൃദയമുള്ളവനായി ജീവിക്കാൻ കഴിയും. ഇത് വെറുതെ പറഞ്ഞതല്ല. കാരണം അള്ളാഹിൻ്റെ നാമങ്ങളൊന്നും ആലോചിച്ചൊക്കെ. ഖബീറെന്നും അലീമെന്നും സമീഅെന്നും ബസീറെന്നും വദൂദെന്നും ഖാദിറെന്നും അള്ളാഹുവിന് എത്രയെത്ര നാമങ്ങളാണ് പ്രിയപ്പെട്ടവരെ. ഖബീർ എന്ന റഹ്മാനായ റബ്ബിൻ്റെ ആ ഒരു നാമം മനസ്സിലാക്കിയ ആ ഒരു വ്യക്തിക്ക് പിന്നെ ജീവിതത്തിലൊരു തെറ്റ് ചെയ്യാൻ കഴിയുമോ? അതുകൊണ്ട് ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് എന്താ ഖബീർ എന്ന് പറഞ്ഞാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായി ആരാരും കാണുന്നില്ലെങ്കിലും അറിയുന്നില്ലെങ്കിലും നിന്റെ ഉറ്റവരോ ഉടയവരോ നിന്റെ ഉമ്മയോ ബാപ്പയോ നിന്റെ ഭാര്യയോ ഭർത്താവോ തൻ്റെ മക്കളോ തൻ്റെ കുടുംബാംഗങ്ങളോ ആരും അറിയുന്നില്ലെങ്കിലും റഹ്മാനായ റബ്ബ് അറിയുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് കാണുന്നുണ്ടല്ലോ, എൻ്റെ റബ്ബ് മനസ്സിലാക്കുന്നുണ്ടല്ലോ എന്ന ബോധ്യം ആ ഒരു ഇസ്മ മനസ്സിലാക്കുന്നതിലൂടെ അവൻ പഠിച്ചോന്ന്. ഇപ്പം ഈ ഒരു ഇവിടെയുള്ള സൗണ്ട് സ്പീക്കറും മറ്റുമൊക്കെ ഈ ഒരു മലപ്പുറം ഈ ഒരു പള്ളിൻ്റെ ഹാളിലല്ലോ കിട്ടുക, അതിൻ്റെ അപ്പുറത്ത് കിട്ടില്ലല്ലോ. ഞാൻ പറയുന്നത് നിങ്ങൾക്കേ കേൾക്കാൻ പറ്റുള്ളൂ. ഇനി ഇവിടെ റെക്കോർഡ് ചെയ്ത് അത് യൂട്യൂബിൽ കയറ്റി അപ്ലോഡ് ചെയ്താൽ മറ്റുള്ളവർക്കും കേൾക്കാൻ പറ്റും, അല്ലാതെ കേൾക്കാൻ പറ്റില്ല. അള്ളാഹുവിൻ്റെ കേൾവിയും അള്ളാഹുവിൻ്റെ കാഴ്ചയും ഒന്നും പരിധിയില്ലാത്തതല്ലേ പ്രിയപ്പെട്ടവരെ. ഇതിങ്ങോട്ട് ഉൾക്കൊണ്ടൊരു വ്യക്തിക്ക് ജീവിതത്തിൽ തിന്മകൾ ചെയ്യാൻ കഴിയില്ല, ജീവിതത്തിൽ അപാകതകൾ ചെയ്യാൻ കഴിയില്ല, ജീവിതത്തിൽ റബ്ബിനെ മറന്നുകൊണ്ടൊരു ജീവിതം ജീവിക്കാൻ കഴിയില്ല. ഇനി രണ്ടാമത്തത് എന്താ? ശിർക്ക് ജീവിതത്തിൽ കടന്നു വരാതിരിക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മളെപ്പോഴും മനസ്സിലാക്കുന്ന എന്താ? അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ല എന്ന ശിർക്കുൽ അക്ബർ മാത്രമാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കല്. അതിൻ്റെ മറ്റൊരു വകഭേദമുണ്ട്. മുവഹിദീങ്ങളായ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ശിർക്ക് അത് നല്ല ഗൗരവത്തോടു കൂടി എടുക്കണം. പരിശുദ്ധ ഖുർആൻ അല്ലേ ശിർക്കിൻ്റെ ഗൗരവത്തെ സൂചിപ്പിച്ചപ്പോൾ പരിചയപ്പെടുത്തി തന്ന ആയത്തെന്താ? യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ മുശ്രികൂന നജസുൻ. മുശ്രിക്കീങ്ങൾ നജസാണ്, അതൊരു വിഭാഗത്തെ പറഞ്ഞാണ് അല്ല. അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ? ആ വിശ്വാസം ഏതൊക്കെ വ്യക്തികളുടെ ഹൃദയത്തിലുണ്ടോ നജസാണ് അല്ലേ, മ്ലേച്ഛമായതാണ്, വൃത്തികെട്ടതാണ്. അത് ഏതിലുണ്ടാവുക? ഹൃദയത്തിലല്ലേ അല്ലേ? കുട്ടികൾ ശുദ്ധീകരണം പഠിക്കുമ്പോൾ ബാഹ്യമായതും ആന്തരികമായ ശുദ്ധീകരണം പഠിക്കും. അല്ല, ആന്തരികമായ ശുദ്ധീകരണത്തിൽപ്പെട്ടതാണ് ഇത് ശിർക്ക്. മനസ്സിൽ നിന്ന് ജീവിതത്തിൽ നിന്ന് എടുത്തു കളയേണ്ടത്. ശിർക്കുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം വളരെ മ്ലേച്ഛമായ അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക. ഇനി ആ രണ്ടാമത്തെ ശിർക്കിൻ്റെ മറ്റൊരു വകഭേദം എന്താ? നമുക്കൊക്കെ അറിയാം, റിയാ എന്നുള്ളത് അല്ലേ, ലോകമാന്യത. ഇത് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ഉറപ്പിക്കേണ്ടതുണ്ട്. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഗൗരവമാണ്. കാരണം എന്താണെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരുന്ന ഹദീസ് ഉണ്ട്. അവ്വലുന്നാസി യുഖ്ളാ യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ വിധി തീർപ്പാക്കുന്ന ചില വ്യക്തികളെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്താം. ശ്രദ്ധിച്ച് കേട്ടോളി. ആരൊക്കെ അതിൽ വരുന്നതെന്നറിയോ? ഒന്ന് റജുലുൻ ഉസ്തുഷ്ഹിദ, അതേ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയവനാണ്. അതേ അവൻ്റെ ശരീരം നോക്കിയില്ല, പക്ഷേ അവൻ ചെയ്തതെന്തിനാണ്? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടിയല്ല. അവൻ ചെയ്തത് അവിടെയുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയാണ്. ഞാൻ നല്ലൊരു യോദ്ധാവാണെന്ന് നാട്ടുകാർ പറയട്ടെ, ഞാൻ നല്ലൊരു ദാഇയാണെന്ന് നാട്ടുകാർ പറയട്ടെ, ഞാൻ നല്ലൊരു ആബിദാണ്, ഞാൻ നല്ലൊരു ആലിമാണ് എന്ന് നാട്ടുകാർ പറയട്ടെ എന്ന ചിന്തയിലാണ് അവൻ ആ പ്രവർത്തിച്ചത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. രണ്ടാമത്തെ വ്യക്തി ആരാ പ്രിയപ്പെട്ടവരെ? ഖുർആൻ പാരായണം ചെയ്തവരാ,
ഖുർആൻ പഠിച്ചവനാ, അള്ളാഹുവിന്റെ ദീന് മനസ്സിലാക്കിയവനാ, ആ വ്യക്തി നാളെ റബ്ബിന്റെ അരികിൽ വരികയാണ്. റഹ്മാനായ റബ്ബ് ചോദിച്ചില്ലേ, മാദാ അമിൽതാ, ഈ സ്വർഗീയ ആരാമം ലഭിക്കാൻ വേണ്ടി നീ എന്താണ് പ്രവർത്തിച്ചത്? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട് നീ എന്താണ് പ്രവർത്തിച്ചത്? അപ്പൊ ഈ വ്യക്തി പറയും, അല്ലാഹുവേ, ഞാനിതാ തഅല്ലംതുൽ ഇൽമ, നിന്റെ ദീന് പഠിപ്പിച്ചു നാദാ, വഅല്ലംതുഹു വഖറഅതു ഫീകൽ ഖുർആന, നിന്റെ ദീന് ഞാൻ പഠിച്ചു, അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുത്തു, ഖുർആൻ ഞാൻ പാരായണം ചെയ്തു. ഈ വ്യക്തി നാളെ പരലോകത്ത് വരുമ്പോ റഹ്മാനായ റബ്ബിനോട് ഈ കാര്യങ്ങൾ പറയുകയാണ്. ഈ വ്യക്തി ചെയ്തിട്ടുണ്ട് കേട്ടോ, ഖുർആൻ ഓതിയിട്ടുണ്ട്, അള്ളാഹിന്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയിട്ടുണ്ട്, ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അള്ളാഹ് പറയും, കദബ്ത, നീ കളവാട്ടോ പറഞ്ഞത്, നീ കള്ള പറഞ്ഞത്, നീ നുണയാണ് പറഞ്ഞത്. എന്നിട്ട് പ്രിയപ്പെട്ടവരെ പഠിപ്പിച്ചു നൽകിയില്ലേ? അതെ, നീ എന്തിനാണ് ഖുർആൻ പാരായണം ചെയ്തത്? നീ എന്തിനാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ദാനധർമ്മം ചെയ്തത്? നീ എന്തിനാണ് രാത്രി നമസ്കാരങ്ങളിൽ മുഴുകിയത്? നീ എന്തിനാണ് സദഖകളും സകാത്തുകളും കൊടുത്തത്? നീ എന്തിനാണ് ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഒന്നാമത്തെ സഫിൽ പങ്കെടുത്തത്? നിന്നെക്കുറിച്ച് ആളുകൾ പറയാൻ വേണ്ടിയാണ്. അതല്ല എങ്കിൽ മറ്റുള്ളവർ പറയുമ്പോൾ, നാട്ടുകാർ പറയുമ്പോൾ നിന്റെ മനസ്സിൽ എന്തോ ഒരു ആവേശം, എന്തോ ഒരു താല്പര്യം, എന്തോ ഒരു താല്പര്യമ വർദ്ധിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഏറെ ഗൗരവത്തോടുകൂടെ ചിന്തിക്കണേ, ഏറെ ഗൗരവത്തോടുകൂടെ എടുക്കണേ. ഈ കർമ്മങ്ങളെല്ലാം ചെയ്തിട്ട്, ഈ കർമ്മങ്ങളെല്ലാം നിർവഹിച്ച് റബ്ബിന്റെ അരികിൽ പോകുമ്പോൾ ഒന്നുമില്ലാത്ത രൂപത്തിൽ റഹ്മാനായ റബ്ബ് പരിഗണിക്കുക. ഖുർആൻ ഓതിയിട്ടേ നാളെ നരകത്തിലേക്ക് എറിയപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. നീ ഹദീസിന്റെ ബാക്കി ഇങ്ങനെ ദീർഘാട്ടോ, സദഖ കൊടുത്ത വ്യക്തിയുടെ കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഹൃദയം നന്നാക്കിയിട്ടാവണം ഏത് കർമ്മം. സദഖ എങ്ങനെ കൊടുക്കുക? അല്ലേ, പോക്കറ്റിൽ നിന്ന് 2000 റുപ്യാണ് കൊടുക്കുമ്പോഴേ മനസ്സും കിട്ട്, ഞാൻ കൊടുക്കണ 2000 അപ്പുറത്തുപ്പുറത്ത് ഇരിക്കണവരൊക്കെ ഒന്ന് കണ്ടോട്ടെ. പള്ളിയുടെ ബക്കറ്റിലേക്ക്, ആ പിരിവിന്റെ ബക്കറ്റിലേക്ക് തൻ്റെ പോക്കറ്റിൽ നിന്ന് വലിയ തുകയിടുമ്പോൾ അവിടെയുള്ള ആളുകൾ കണ്ടാൽ ഞാൻ നല്ല സദഖ കൊടുക്കുന്നവനാണെന്ന് ചിന്തിച്ചൊള്ളട്ടെ എന്ന ചിന്തയിലാണ് പ്രവർത്തിക്കുന്നത്. ആ സദഖ നാളെ നമുക്ക് നരകത്തിലേക്കുള്ള വിറകായി മാറുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിര. പണ്ഡിതന്മാരെ പഠിപ്പിക്കുകയാണ്. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പഠിപ്പിച്ചു തരുന്നൊരു വാചകമുണ്ട്, അവ്വലു മൻ തുസഅറു ബിഹിന്നാർ, നാളെ നരകത്തെ ആദ്യമായി തൊടുന്നവരാരാ? നാളെ നരകീയ അഗ്നി ആദ്യമായി അനുഭവിക്കുന്നതാരാ? മിനൽ മുവഹിദീൻ, അതേ തൗഹീദുള്ളവരാണ്. അൽ ഉബ്ബാദുൽ മുറാഊന ബിഅഅമാലിഹിം, അട്ടിവരട്ട് കേട്ടോളി, മുവഹിദീങ്ങളാവർ. അൽ ഉബ്ബാദുൽ മുറാഊൻ, ആരാധന കർമ്മങ്ങൾ നിർവഹിക്കാതെ മാറി നിന്നവരല്ല കേട്ടോ. നമസ്കാരത്തിന് പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോ ആ പള്ളിയിലേക്ക് വരാതെ മാറി നിന്നവരല്ല. റമദാൻ മാസത്തിൽ നോമ്പെടുക്കാത്തവരല്ല, ഖുർആൻ പാരായണം ചെയ്യാത്തവരല്ല, സദഖകൾ കൊടുക്കാത്തവരല്ല. പക്ഷേ അവർ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെല്ലാം എന്തിനു വേണ്ടിയാണ്? അൽ ഉബ്ബാദുൽ മുറാഊൻ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട, നാട്ടുകാർ കണ്ടോട്ടെ എന്ന് വിചാരിച്ച. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ പ്രിയപ്പെട്ടവരെ. ഇത്ര ഗൗരവമാണ് അതൊക്കെ. നമ്മളൊക്കെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ റഹ്മാനായ റബ്ബ് പരിഗണിക്കുന്ന സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂന്നാമത്തത് എന്തെന്നറിയോ? ഹൃദയം പരിശുദ്ധമാക്കാൻ, ഹൃദയം ശുദ്ധമാക്കാൻ, ഹൃദയത്തെ തെറ്റുകളിൽ നിന്ന്, വൃത്തികേടുകളിൽ നിന്ന്, ശഹവത്തുകളിൽ നിന്ന്, ഇച്ഛകളിൽ നിന്ന് ശുദ്ധീകരിക്കണം. ഹൃദയം നന്നാവാൻ തിന്മകളില്ലാത്തൊരു ജീവിതം നമുക്കുണ്ടാകണം. ഇച്ഛകളുടെ പിന്നാലെ പിന്തുടരാത്തൊരു ജീവിതം നമുക്കുണ്ടാകണം. നമ്മൾ മനസ്സിലാക്കാൻ ഒക്കെ അള്ളാഹുവിൻ്റെ റസൂലെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ ഉദാഹരണങ്ങളും ഇങ്ങനെ പഠിപ്പിച്ചു തരിക അല്ലേ. ഒരു മുഅ്മിന് ഒരു പാപത്തെ എങ്ങനെ കാണും? ഒരു മുഅ്മിനല്ലാത്ത വ്യക്തി ഒരു പാപത്തെ എങ്ങനെ കാണും? എന്ത് നല്ല ഉദാഹരണമെന്നറിയോ? വ ഇന്നൽ ഫാജിറ യറാ ദുനൂബഹു കദുബാബിൻ മറ അലാ അംഫിഹി, അതേ ഒരു
ഫാജിർ, ഒരു തെമ്മാടി എങ്ങനെയാണ് പാപങ്ങളെ അഭിമുഖീകരിക്കുക? ഓൻ്റെ മൂക്കിൻ്റെ മുന്നിലൂടെ പോകുന്ന ഒരു ഈച്ച അല്ലെങ്കിൽ ഒരു കൊതുക് അല്ലേ, അതിങ്ങനെ പോകുമ്പോൾ നമുക്ക് അല്ലേ AK-47 വന്നിട്ട് നമ്മൾ വെടിവെക്കൂലല്ലോ, ഒരു കത്തി എടുത്തിട്ട് അതിനെ വെട്ടാൻ നോക്കൂലല്ലോ, അങ്ങനെ കൈകൊണ്ട് തട്ടിക്കളയും, അത്രയും വളരെ നിസ്സാരമാക്കിയിട്ട്. അതുപോലെയാണ് ഒരു തെമ്മാടി, ഒരു ഫാജിർ തിന്മകളെ കാണുക. എന്നാൽ ഒരു മുഅ്മിനോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ, അതേ ഒരു മലക്ക് താഴെ അവനിരിക്കുകയാണ്, ഒരു പർവ്വതത്തിൻ്റെ താഴെ അവനിരിക്കുകയാണ്. അവന് എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈ പർവ്വതപ്പൻ്റെ മേത്തേക്ക് ഇങ്ങനെ വീഴും. മുല്ലപ്പെരിയാർ ഡാം ഇങ്ങനെ പൊട്ടാൻ നിൽക്കുന്ന സമയത്ത് ലൗകാത്ത് രക്ഷിക്കട്ടെ അല്ലേ, ആ വാർത്തകളും മറ്റുമൊക്കെ ഇങ്ങനെ നിൽക്കണ, അതിൻ്റെ അടിയിൽ ഇങ്ങനെ പോയി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എന്താവും പ്രിയപ്പെട്ടവരെ മാനസികാവസ്ഥ? അതുപോലെ പാപങ്ങളെ കാണുമെന്ന ഒരു മുഅ്മിൻ അല്ലേ, റബ്ബേ എൻ്റെ ജീവിതത്തിൽ ചെറിയ നിസ്സാരമായ ഒരു പാപം വരുന്നത് പോലും ഈ ഗൗരവത്തോടു കൂടെ കാണാൻ ഒരു മുഅ്മിനിനെ സാധിക്കുകയുള്ളൂ എന്ന്. ഇത് നിസ്സാരല്ല. ഇന്നൽ അബ്ദ ഇദാ അഖ്താ ഖതീഅതൻ നുഖിതത് ഫീ ഖൽബിഹി നുഖ്തത്തുൻ സൗദാ. ഒരു പാപം ഒരു വ്യക്തി ഇങ്ങനെ ചെയ്താൽ അവൻ്റെ ഹൃദയത്തിൽ എന്താവും? ഒരു കറുത്ത പുള്ളി ഇങ്ങനെ ഇടും. അതിങ്ങനെ അവനിങ്ങനെ തുടരുകയാണെങ്കിലോ ഫഇദാ ഹുവ നസഅ വസ്തഗ്ഫറ വതാബ സുഖില ഖൽബുഹു. എന്നാൽ ആ പാപം ചെയ്തതിന് ശേഷം പിന്നീട് അവൻ അതിൽ നിന്ന് വിട്ടുനിന്നു, അവൻ പശ്ചാത്തപിച്ചു, എങ്കിൽ അവൻ്റെ ഹൃദയം പരിശുദ്ധമാവും. എന്നാലോ അവനതിങ്ങനെ തുടർത്തി ഇങ്ങനെ കൊണ്ടുപോയാലുള്ള അവസ്ഥ എന്താ? അവനിതിങ്ങനെ ആവർത്തിക്കുകയാണ്, വർദ്ധിച്ചു വരികയാണ്. അവൻ്റെ ഹൃദയം കടുകട്ടിയുള്ള കറുകറുത്ത ഇരുണ്ട ഹൃദയമായി മാറുന്നതാണ്. നല്ലൊരു കാർഡിയാക്ക് സർജന് ഇങ്ങനെ കീറി മുറിച്ചാൽ കാണാൻ കഴിയൂല ആ കറുപ്പ്, ആ ഇരുട്ട്. പിന്നെ ഒന്നും ഇങ്ങോട്ട് കയറൂല. എത്ര ആയത്ത് പറഞ്ഞാലും, എത്ര ഹദീസ് പറഞ്ഞാലും, എത്ര അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്താലും ഇങ്ങോട്ട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഇറങ്ങൂല പ്രിയപ്പെട്ടവരെ. ഹൃദയം കടുത്തു പോയാലുള്ള ഗൗരവമാണ്. റസൂലുള്ളാഹിന്റെ ഹദീസ് യസ്വദ്ദൽ ഖൽബ്, അവൻ്റെ ഹൃദയം കറുത്ത് കറുകറുത്ത് ആ രൂപത്തിലാകും പാപങ്ങൾ ചെയ്തിട്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുമ്പോൾ നമ്മുടെ ഹൃദയം പരിശുദ്ധമാകാനേ തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കണം. അപ്പം അതിനുള്ള സാഹചര്യങ്ങൾ ഇല്ലാതെക്കണം. ഒരിക്കലൊരു വ്യക്തിക്ക് തിന്മകൾ ചെയ്യാനേ താല്പര്യം ഉണ്ടാവുള്ളൂ. കാന്തം, ഇരുമ്പ് കാന്തത്തെ ആകർഷിക്കുന്നത് പോലെ മനുഷ്യൻ തിന്മകൾ ആകർഷിക്കും. ഒരു സംശയവുമില്ല ആ വിഷയത്തിൽ. ഇതിൽ നിന്നൊക്കെ വിട്ടുനിന്ന് ജീവിതത്തെ പരിശുദ്ധമാക്കാനും സുന്ദരമാക്കാനുമാണ് പ്രിയപ്പെട്ടവരെ പ്രതിസന്ധി. അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചിരിക്കുന്നത് അല്ലേ, ആരാണ് അള്ളാഹുവിൻ്റെ സ്ഥാനത്തെ ഭയപ്പെടുകയും സ്വന്തം ഇച്ഛകളെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നത് അവർക്കാണേ സ്വർഗം. ഇതുകൊണ്ട് പിടിച്ചു മാറ്റിയാലാണ് ആ സ്വർഗം ഉള്ളത്. അതുകൊണ്ട് തിന്മകൾ വരുന്ന സാഹചര്യങ്ങളെ നമ്മൾ ഇല്ലാതാക്കണം. നമ്മുടെ മൊബൈല് നമ്മളെ തിന്മയിലേക്ക് നയിക്കൊണ്ട് വേണ്ടത് നമ്മുടെ സോഷ്യൽ മീഡിയകൾ റമളാനിൻ്റെ പവിത്രതയെ തൊട്ട് പ്രിയപ്പെട്ടവരെ നമ്മളെ മാറ്റിക്കളയുന്നുണ്ടോ എങ്കിൽ അത്തരം ആപ്പുകൾ നമുക്ക് വേണ്ട. നമ്മുടെ കച്ചവടങ്ങൾ, നമ്മുടെ ബിസിനസ്, നമ്മുടെ സാമ്പത്തികമായ സമുച്ചയങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ അത് വേണ്ട. അങ്ങനെ തന്നെ തീരുമാനമെടുക്കാൻ കഴിയണം. നമ്മുടെ ക്യാമ്പസുകൾ, നമ്മുടെ കലാലയങ്ങൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ? നമ്മുടെ സുഹൃത്തുക്കൾ, നമ്മുടെ കൂട്ടുകെട്ടുകൾ നമ്മെ തിന്മയിലേക്ക് നയിക്കുന്നുണ്ടോ എങ്കിൽ ഇത്തരം തിന്മകളില്ലാത്ത കലാലയങ്ങൾ നാം തേടണം. ഇത്തരം തിന്മകളില്ലാത്ത സ്കൂളുകളും കോളേജുകളും നാം തേടണം. ഇല്ലെങ്കിൽ എന്താവും? ഭയങ്കര പ്രതിസന്ധിയിലൂടെ ഇങ്ങനെ യാത്രയാകുമ്പോൾ മനുഷ്യനല്ലേ, അതിങ്ങനെ ആ തിന്മയിലേക്ക് പോകാൻ സാധ്യതകൾ ഏറെയാണ്. അതുകൊണ്ട് ഹൃദയത്തിൽ, ജീവിതത്തിൽ തിന്മകളില്ലാതിരിക്കാൻ നല്ലോണം പരിശ്രമിക്കുക. പിന്നെ ഹൃദയം നന്നാവില്ല പ്രിയപ്പെട്ടവരെ. വീണ്ടും ഇങ്ങനെ ആവർത്തിച്ച് ചെയ്താലേ പിന്നെ ഹൃദയം കറുകറുത്ത് കടുകടുത്തു പോകും. പിന്നെ അതിലേക്കൊന്നും ഇറങ്ങൂല, പിന്നെ അതിലേക്കൊന്നും കയറൂല. പിന്നെ ഹൃദയം കുറ്റമറ്റ ഹൃദയവുമായി റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ നമുക്ക് സാധിക്കില്ല. മറ്റൊന്നെന്തെന്നറിയോ? ദിക്റുള്ളയാണ്, അള്ളാഹുവിനെ സ്മരിക്കലാണ്, ദിക്റുകൾ ചൊല്ലലാണ്. ഇത് പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇല്ലാതായി പോകുന്ന ഒരു കർമ്മമാണ് ദിക്റ് എന്നുള്ളത്. നമ്മൾ ബിദ്അത്തായിട്ടുള്ള എല്ലാ ദിക്റുകളെ ഒഴിവാക്കാൻ പറയുമ്പോഴും അതിനെ എതിർക്കുമ്പോഴും സുന്നത്തായിട്ടുള്ള ദിക്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ല.
അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലേ? അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചില്ലേ? അല്ലദീന ആമനൂ വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ പറ്റിയുള്ള ഓർമ്മ കൊണ്ടത്രേ മനസ്സുകൾ ശാന്തമായി തീരുന്നത്, ആശ്വാസമേകുന്നത്, ശമനം ലഭിക്കുന്നത്, കുറ്റമറ്റ ഹൃദയമായി മാറുന്നത്. ദിക്റുകൾ ചൊല്ലുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന ഗുണമാണ്. നോക്കിയേ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ്, മസലുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. എന്താ ഹദീസ്? അള്ളാഹുവിനെ സ്മരിക്കുന്നൊരു വ്യക്തിയും സ്മരിക്കാത്തൊരു വ്യക്തിയും ജീവനുള്ളവനെ പോലെയും ജീവനറ്റവനെ പോലെയുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞിരുന്നൊരു വാചകം കേട്ടോ, ഒരു ഹൃദയത്തിന് ദിക്റുകൾ എന്നുള്ളത് ഒരു മീനിന് വെള്ളം, ജലാശയം എത്രത്തോളം ആവശ്യമാണോ അതുപോലെയാണ്. വെള്ളമില്ലാതൊരു മീന് എത്ര സമയം ജീവിക്കും? അതുപോലെയാണ് ദിക്റുകളില്ലാതെ ഒരു ഹൃദയം എത്ര സമയം ജീവിക്കും. എത്ര മനോഹരമായ ഉദാഹരണമാണ്. ദിക്റുകളില്ല, ദുആകളില്ല, പ്രാർത്ഥനകളില്ല, കീർത്തനങ്ങളില്ല, മനസ്സേറെ അസ്വസ്ഥമാണ്, മനസ്സേറെ പ്രയാസപ്പെടുകയാണ്, മനസ്സേറെ ബുദ്ധിമുട്ടുകയാണ്. ഏതെങ്കിലും സൈക്കാട്രി വിഭാഗത്തിലെ തലവന്മാരിലേക്കാണ് നാം നമ്മുടെ പ്രതിസന്ധികൾ ബോധിപ്പിക്കുന്നത്. കൗൺസിലിംഗ് മേഖലയിലുള്ള സൈക്കോളജിസ്റ്റുകളുടെ അരികിലേക്കാണ് നമ്മുടെ ബുദ്ധിമുട്ടുകൾ നാം പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിനോട് പ്രാർത്ഥിച്ചൂടെ? റബ്ബിന് വേണ്ടി ദിക്റുകൾ അർപ്പിച്ചൂടെ? അല്ലാഹ് പറഞ്ഞതാണിത്. ഖുർആൻ ഓതിയാൽ, ദിക്റുകൾ ചൊല്ലിയ മനസ്സിങ്ങോട്ട് ശാന്താകുന്നു. കുറ്റമറ്റ ഹൃദയവുമായി റഹ്മാനായ റബ്ബിൻ്റെ അരികിലൂടെ റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ കഴിയും. എത്രയെത്ര ആയത്തുകൾ കാണാൻ കഴിയും. അല്ലദീന യദ്കുറൂനല്ലാഹ ഖിയാമൻ വഖുഊദൻ വഅലാ ജുനൂബിഹിം. അവരെങ്ങനെയാണ് ദിക്റുകൾ? അള്ളാഹുവിൻ്റെ ദാസന്മാരുടെ ഗുണം എടുത്തു പറഞ്ഞതാ. അവർ ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും കിടക്കുമ്പോഴൊക്കെ ദിക്റുകളാണ്. ഒരു സമയത്ത് പോലും ഒഴിവാക്കുന്നില്ല. എന്താ നമുക്ക് പ്രിയപ്പെട്ടവരെ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ നമുക്ക് പ്രയാസമുണ്ടോ? യാത്രയിൽ ചൊല്ലിക്കൂടെ? നടത്തത്തിൽ ചൊല്ലിക്കൂടെ? നമ്മുടെ മറ്റുള്ള ജോലികളിൽ ചൊല്ലിക്കൂടെ? അല്ലാഹു അക്ബർ എന്ന് പറയാൻ നമുക്ക് പ്രയാസമുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തഹ്ലീൽ ചൊല്ലാൻ നമുക്ക് പ്രയാസമുണ്ടോ? ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഏറെ ഗൗരവമാണ്. ഇല്ല എന്ന് പറയാനാണ് നമ്മുടെ മനസ്സ് പരിശ്രമിക്കുന്നതെങ്കിൽ നമ്മളേറെ സൗഭാഗ്യവാന്മാരാണ് പ്രിയപ്പെട്ടവരെ. സൗഭാഗ്യവാന്മാരെ നമ്മൾ മാറി. അള്ളാഹുവിൻ്റെ കൽപ്പന, യാ അയ്യുഹല്ലദീന ആമനൂ ദുക്റുല്ലാഹ ദിക്റൻ കസീറാ. വിശ്വാസികളെ വിളിച്ചിട്ട് അള്ളാഹുവിൻ്റെ കൽപ്പന, നിങ്ങൾ എന്ത് ചെയ്യും? ധാരാളം ദിക്ർ, ധാരാളം അള്ളാഹുവിനെ ഓർക്കും, സ്മരിക്കുമെന്ന്. എത്രയെത്ര ഹദീസുകളാണ്. ഇദാ മറർതും ബിരിയാദിൽ ജന്ന. ഇനിയോ മറ്റൊന്ന്, അറിവ് പഠിക്കുന്ന സദസ്സുകളിൽ നമ്മുടെ സാന്നിധ്യം ഉണ്ടാവുക എന്നുള്ളതാണ്. കാരണം ഇതെന്താ അറിയോ? നമ്മുടെ ഈമാൻ എങ്ങനെ കയറും ഇറങ്ങും. അങ്ങനെ പ്രഷർ നോക്കുന്ന മെഷീനിൽ ഡോക്ടർ ഇങ്ങനെ അടിച്ചിട്ട് കയറിയിട്ട് ഒറ്റ ഇറക്കണ്ടല്ലോ, അതുപോലെ നമ്മുടെ ഈമാൻ കയറും ഇറങ്ങും. ഇത്തരം അറിവ് പഠിക്കുന്ന സദസ്സിലിരിക്കുമ്പോൾ നമ്മുടെ ഈമാൻ അങ്ങനെ കൂടും. സ്വാഭാവികമാണ് അല്ലേ? ഈമാൻ അങ്ങനെ കൂടും. ആയത്ത് കേൾക്കുമ്പോൾ, ഹദീസ് കേൾക്കുമ്പോൾ കഴിഞ്ഞാൽ താഴോട്ടാണ് ഇറങ്ങും. പിന്നെ ഇതേപോലെ കയറണം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യണം, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബൂസ്റ്റ് ഡോസ് ഇങ്ങനെ കൊടുക്കണം. അപ്പോഴാണ് നമ്മളെ ഈമ അങ്ങനെ ഒരേ ലെവലിൽ നിർത്താൻ, സുന്ദരമായ അവസ്ഥയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുള്ളൂ. ഒരു സംശയമൊന്നുമില്ല. അതുകൊണ്ട് അറിവ് പഠിക്കുന്ന സദസ്സുകളിൽ ഇരുന്നാൽ ഹൃദയം സുന്ദരമാകും, മ്ലേച്ഛതകളില്ലാതെയാകുമെന്ന് അല്ലേ എത്രയെത്ര ഹദീസുകളിലൂടെ കാണാൻ കഴിയും. ഇദാ മറർതും ബിരിയാദിൽ ജന്ന. ആരെങ്കിലും അതേ റിയാദുൽ ജന്നയിലൂടെ, സ്വർഗീയ പൂന്തോപ്പിലൂടെ നടക്കുകയാണെങ്കിൽ, അതേ നിങ്ങൾ ആ ഒരു സദസ്സിലേക്ക് കയറിയിരിക്കണേ. വമാ റിയാദുൽ ജന്ന. ആ റിയാദുൽ ജന്ന എന്തെന്ന് ചോദിക്കുമ്പോ അവിടെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഹിലഖുൽ ദിക്ർ. ദിക്റിന്റെ സദസ്സുകളാണ്, അള്ളാഹുവിനെ സ്മരിക്കുന്ന സദസ്സുകൾ അല്ലേ, ദിക്ർ ചൊല്ലുന്ന സദസ്സുകൾ, അള്ളാഹുവിൻ്റെ ദീന് ചർച്ച ചെയ്യുന്ന സദസ്സുകൾ. പണ്ഡിതന്മാരെ ഇത്തരം ഹദീസുകളെ വിശദീകരിക്കുകയാണ്. മജാലിസുൽ ഇൽമി വഹിലഖുൽ ദിക്രി ഫീഹാ ഹയാത്തുൽ ലിൽ ഖുലൂബി വതഹാറത്തുൽ ലിൻ നുഫൂസ്.
ഇത്തരത്തിലുള്ള സദസ്സുകളൊക്കെ എന്താണ്? മജാലിസുൽ ഇൽമാണ്, ദീനിൻ്റെ സദസ്സുകളാണ്, ദിക്റിൻ്റെ ഹൽഖകളാണ് അല്ലേ? ഇവയൊക്കെ ഹയാത്തുല്ലിൽ ഖുലൂബ്, നിന്റെ ഹൃദയത്തിന് ജീവൻ നൽകുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരാ. ഇനി മറ്റൊന്നോ, ഹൃദയം നന്നാവാൻ ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ്റെ മാസമല്ലേ പ്രിയപ്പെട്ടവരെ? നമ്മളൊക്കെ വലിയ പ്ലാൻ കണ്ടോരാ അല്ലേ? ഇൻഷാ അല്ലാഹ് ഇമാം ഷാഫിയുടെയും വിജ്ഞാനവേദികളിലൂടെയും അഖില റമദാനിലൂടെയൊക്കെ ഇത്ര ഖത്തം ഇന്ന പണ്ഡിതൻ തീർത്തിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്തായാലും ഇത്ര ഖത്തം തീർക്കുന്നൊക്കെ വലിയ ആവേശത്തോടെ കൂടിയിട്ട് നമ്മൾ തുടങ്ങി വെച്ചതാണ്. നമ്മളൊക്കെ എത്രത്തോളം ആയിട്ടുണ്ട് എന്ന് നമ്മളെ സ്വന്തത്തോടൊന്ന് ചോദിക്കാം. ഹാസിബൂ ഖബല അൻ തുഹാസബൂ, നമ്മളൊന്ന് വിചാരണ ചെയ്യും. റഹ്മാനായ റബ്ബ് നിങ്ങളെ വിചാരണ ചെയ്യുന്നതിന് മുന്നേ ഒന്ന് സ്വന്തത്തോടൊന്ന് ചോദിക്കുക. ഖുർആൻ പാരായണം നിന്റെ ഹൃദയത്തെ മ്ലേച്ഛതകളിൽ നിന്ന് രക്ഷിക്കുമെന്നും കുറ്റമറ്റ ഹൃദയവുമായി നിനക്ക് റബ്ബിൻ്റെ സന്നിധിയിലേക്ക് യാത്രയാകാൻ ആ ഖുർആൻ പാരായണം സഹായിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. യാ അയ്യുഹന്നാസ് ഖദ് ജാഅതുകും മൗഇദത്തും മിർ റബ്ബികും വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, വശിഫാഉൻ ലിമാ ഫിസ് സുദൂർ, നിന്റെ ഹൃദയത്തിലുള്ള രോഗങ്ങൾക്കുള്ള ശമനമാണ് കേട്ടോ ഖുർആൻ എന്നാരാ പഠിപ്പിക്കുന്നത്? റഹ്മാനായ റബ്ബ്, അള്ളാഹുവിൻ്റെ കലാം. എത്രയെത്ര ആയത്തുകൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും, എത്രയെത്ര ഹദീസുകൾ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. എന്താണ് ആ ഖുർആൻ പഠിക്കാൻ, എന്താണ് ആ ഖുർആൻ പാരായണം ചെയ്യാൻ നമുക്ക് പ്രയാസം? എന്താ നമുക്ക് പ്രയാസം? ഒരു പ്രയാസമില്ല. വലഖദ് യസ്സർനൽ ഖുർആന, ഖുർആനിനെ എളുപ്പാക്കിയിട്ടുണ്ട്. ആരാ പറഞ്ഞേ? ആ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചെന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹുവിൻ്റെ കലാം നിങ്ങൾക്ക് എളുപ്പാട്ടോന്ന്, അത് എളുപ്പാണെന്ന് നമ്മൾ പറയാം. ടാസ്ക് ആണ് കേട്ടോ. ഫാത്തിഹയും അൽ ബഖറയും ആൽ ഇംറാനും നിസാഉം മാഇദയും അൻആമും അഅറാഫും അൻഫാലും തൗബയും യൂനുസും ഹൂദും യൂസഫും റഅദും, അങ്ങനെ 114 സൂറത്തുകളിലൂടെ സഞ്ചരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കാൻ പാടില്ല, നമുക്കൊരു പ്രതിസന്ധി ഉണ്ടാകാൻ പാടില്ല. കാരണം അത് ഖുർആൻ എളുപ്പമാണ്. നമ്മൾ ഖുർആനിനെ വേണ്ട രൂപത്തിൽ കണ്ടിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്കൊക്കെ നമുക്ക് പ്രയാസമായി തോന്നലുള്ളത്. ആ ഖുർആൻ പാരായണം ഹൃദയത്തെ കുറ്റമറ്റ ഹൃദയമാക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിരിക്കുകയാണ്. ഇന്നൊന്നോ, ഒറ്റയ്ക്കുള്ള കർമ്മങ്ങൾ, ആരാരും കാണാതെ, ആരാരും അറിയാത്ത, ആരാരും കേൾക്കാത്ത ചില കർമ്മങ്ങൾക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. ആരും അറിയണ്ട. രാത്രി നിസ്കരിക്കണവനാന്ന് ആരും പറയണ്ട, സദഖ കൊടുക്കണവനാന്ന് ആരും പറയണ്ട. ആരും അറിയാത്ത ചില കർമ്മങ്ങൾ നമുക്കുണ്ടാകും. കാരണം അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്ദ തഖിയ്യൻ നഖിയ്യൽ ഖഫിയ്യ. ചില അടിമകളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ആരവർ? തഖ്വയുള്ളവർ അല്ലേ? സൂക്ഷ്മതയോടുകൂടി ജീവിതത്തെ ക്രമീകരിക്കുന്നവർ, ഗോപ്യമായി ആരാരും അറിയാതെ അള്ളാഹുവിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ. വറജുലുൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാലത്ത് ഐനാ, ഒരു വ്യക്തി അള്ളാഹുവിനെ ഓർത്ത് കരയാണ് അല്ലേ? അവൻ്റെ ഗുണം എന്താ? നാളെ എവിടെയവന്? നാളെ എവിടെ? അർശിൻ്റെ തണലിലല്ലേ പ്രിയപ്പെട്ടവർ? അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ടവരുടെ ഗുണം എത്രയാണ്, പ്രതിഫലം എത്രയാണ്. ഇങ്ങനെ കരഞ്ഞൊരു വ്യക്തിയെ അവനെ നരകം സ്പർശിക്കില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാരും അറിയാതെ റബ്ബിൻ്റെ മാർഗത്തിൽ, റബ്ബിൻ്റെ ദീനിന് വേണ്ടി റബ്ബ് നമ്മോട് നിർവഹിക്കാൻ പറഞ്ഞ കർമ്മങ്ങൾ ചെയ്ത് കരയാൻ, കണ്ണിൽ നിന്ന് കണ്ണീരൊൽപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. എന്നാലോ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ചെയ്യുന്ന പാപങ്ങളോ അത് നമ്മുടെ ഹൃദയത്തെ കേടുവരുത്തും, ഹൃദയത്തെ കേടുവരുത്തും. ഒരു സംശയമില്ലാതെ അത് വളരെ ഗൗരവത്തോടു കൂടെ തന്നെ ചെയ്യണം. മാത്രമല്ല, ഹൃദയത്തെ കേടുവരുത്തുന്നു മാത്രമല്ല കേട്ടോ, ഒറ്റയ്ക്കുള്ള തിന്മകൾ നമ്മുടെ ദുനിയാവിനെ തന്നെ ഇല്ലാതേക്കുന്ന, ദുനിയാവിനെ തന്നെ. ഇന്നദ്ദുനൂബൽ ഖലവാത് ഹിയ അസ്ലുൽ ഇന്തികാസാത്, ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആരാരും കാണില്ല, കേൾക്കില്ല, അറിയില്ല എന്ന് വെച്ച് ചെയ്ത പാപങ്ങൾ നിന്റെ ദുനിയാവിൻ്റെ പതനത്തിന് തന്നെ കാരണമാക്കുമെന്ന് ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുമ്പോൾ പ്രിയപ്പെട്ടവർ, ഈ വിഷയങ്ങളൊക്കെ ഒറ്റയ്ക്കുള്ള കുറേ കർമ്മങ്ങൾ നമുക്കുണ്ടാകണം. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഒറ്റയ്ക്ക് ഇരുന്നിട്ടുള്ള ചില കർമ്മങ്ങൾ, അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. എങ്കിലേ നമ്മുടെ ഹൃദയം കുറ്റമറ്റ ഹൃദയമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഇതിനൊക്കെ നല്ല പരിശ്രമം തന്നെ വേണ്ട, വെറുതെ ഒന്നും കിട്ടൂല. വല്ലദീന ജാഹദൂ ഫീനാ ലനഹദിയന്നഹും സുബലനാ, അതേ ആശ്രാന്ത പരിശ്രമം നടത്തുന്ന, നമ്മുടെ മാർഗത്തിൽ പോരാട്ടത്തിൽ ഏർപ്പെട്ടവരാരോ അവരെ നമ്മുടെ വഴികളിലേക്ക് നാം നയിക്കുക തന്നെ ചെയ്യുന്നതാണ്. നമ്മൾ പരിശ്രമിക്കുക, രാത്രി നിസ്കരിക്കാൻ
അല്ലേ? ആരാരും കാണാത്ത കേൾക്കാത്ത അറിയാത്ത സ്വതക്കകൾ കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുമ്പോൾ റബ്ബ് ആ വഴി നമുക്ക് ഇങ്ങനെ എളുപ്പാക്കി തരും, ആ വഴി ഇങ്ങനെ സുന്ദരമാക്കി തരും. ഇനി അതല്ലാത്ത മറ്റു ചില തിന്മകൾ നമ്മൾ ഏറെ ഗൗരവമായി കാണണം. ബാഹ്യമായി നാം ചെയ്യുന്ന തിന്മകൾ, ഇപ്പം രഹസ്യമായ തിന്മകൾ മനസ്സിലാക്കുക, ബാഹ്യമായി നാം ചെയ്യുന്ന തിന്മകളും നമ്മുടെ ഹൃദയം കേടുവരുത്തുമെന്നുള്ളതാണ് പണ്ഡിതന്മാരെ പഠിപ്പിച്ചു നൽകിയത്. നമ്മളെ ഹൃദയം കേടുവരുത്തും. എത്രയെത്ര ഹദീസുകളും ആയത്തുകളുമൊക്കെ ഇത്തരം വിഷയങ്ങളിൽ കാണാൻ കഴിയും. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ ഉണ്ടാക്കണം. നല്ല പ്രത്യക്ഷമായതും പരസ്യമായ ജീവിതവും സുന്ദരമാകണം. അൽ മർഉ അലാ ദീനി ഖലീലിഹി ഫൽയൻദുർ അഹദുകും മയ്യുഖാലിൽ. ഒരു വ്യക്തി തൻ്റെ സുഹൃത്തിൻ്റെ മതത്തിലാണെന്നില്ല, അത് നമ്മൾ കൂട്ടുകെട്ട് നല്ലോണം ശ്രദ്ധിക്കണം. ഞാൻ ആകെ മാറാൻ കഴിയണില്ല, നേരാവാൻ കഴിയണില്ല, ഹൃദയമൊന്നും ഇങ്ങനെ ഒരു ഖുശൂ കിട്ടണില്ല, നമ്മുടെ കൂട്ടുകെട്ടിന് എന്തെങ്കിലും പ്രയാസമുണ്ടോ? നമ്മോടൊപ്പം വസിക്കുന്ന, നമ്മോടൊപ്പം സഹവസിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. അവരിന്നിങ്ങനെ കേൾക്കുന്ന നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റുകൾ അത് നമ്മുടെ ജീവിതത്തെ ബാധിക്കും. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തെ ബാധിക്കും. അതുകൊണ്ട് മനസ്സ് ശുദ്ധിയാവണമെങ്കിൽ നന്മയുള്ള കൂട്ടുകെട്ട് നമുക്കുണ്ടാകണമെന്നുള്ളത് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരികയാണ്. പ്രിയപ്പെട്ടവർ, പ്രതീക്ഷയോടൊപ്പം ഭയവും ഉണ്ടാവണം. പ്രതീക്ഷയോടൊപ്പം ഭയവും ഉണ്ടാവണം. പഠിച്ചോനെ, എൻ്റെ റബ്ബ് എനിക്ക് സ്വർഗം തരും, അതോടൊപ്പം നാദാ അതെങ്ങാനും സ്വീകരിച്ചില്ലെങ്കിലോ എന്ന ഒരു ചിന്തയും നമുക്കുണ്ടാകും. കാരണം നമ്മുടെ മുൻഗാമികളുടെ ജീവിത ചരിത്രമൊക്കെ എടുക്കുമ്പോൾ അവർ ഒരു കർമ്മം നിർവഹിച്ചിട്ട് അത് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന വിഷയത്തിൽ ഏറെ ഭയം അവർക്കുണ്ടായിരുന്നു. നാം ഇത് സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന വിഷയത്തിൽ ഏറെ ഭയം അവർക്കുണ്ടായിരുന്നു. എത്ര പണ്ഡിതന്മാരുടെ കൗലുകൾ കാണാൻ കഴിയും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു പറയാണ്, കൂനൂ ലിഖബൂലിൽ അമലി. മുൻഗാമികൾ എങ്ങനെയായിരുന്നു? അവരവരുടെ കർമ്മങ്ങൾ സ്വീകരിക്കാനായിരുന്നു. അവരവരുടെ കർമ്മങ്ങൾ റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമോ എന്ന വിഷയത്തിലായിരുന്നു അവരേറെ പ്രാധാന്യം കൊടുത്തിരുന്നത്. ഒരു കർമ്മം ചെയ്യുന്നതിനേക്കാൾ ഗൗരവം അവരെങ്ങനെ കണ്ടിരുന്നത്? കർമ്മങ്ങൾ സ്വീകരിക്കുമോ സ്വീകരിക്കില്ലേ എന്ന വിഷയത്തിലായിരുന്നു. മഹാനായ ഇബ്നു അബി മുലൈക്ക റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ഒരു വാചകമുണ്ട്, അദറക്തു സലാസീന മിൻ അസ്ഹാബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലുഹും യഖാഫു നിഫാഖ അലാ നഫ്സിഹി. ഞാൻ 30ഓളം സഹാബത്തിനെ കണ്ടു. ആ 30 സഹാബത്തും ഒരു സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെട്ടിരുന്നു. ഒരു മുനാഫിക്കായിട്ടല്ല കേട്ടോ, സ്വന്തത്തിൽ നിഫാഖിനെ ഭയപ്പെടുക. പഠിച്ചോനെ, ഞാൻ നല്ലവനാണോ നല്ലവനല്ലേ എന്ന പേടി അവർക്കുണ്ടായിരുന്നു. ഇത് കടങ്കഥകളോ മുത്തശ്ശിക്കഥകളോ പഴഞ്ചൊല്ലുകളോ ഒന്നുമല്ല. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു പഠിപ്പിച്ചു തരുന്ന വാചകങ്ങളാണ്. ഈ ഒരു ഗൗരവത്തോടു കൂടി പ്രിയപ്പെട്ടവരെ, ഇവയെല്ലാം കണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. മറ്റൊന്ന് കണ്ണുകൾ താഴ്ത്തുക എന്നുള്ളതാണ്. കാരണം നമ്മുടെ കണ്ണുകൾ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സംസാരത്തിൻ്റെ തുടക്കത്തിൽ ഹൃദയമാണ് എന്താക്കുക, നമ്മുടെ ഹൃദയം നമ്മെ തിന്മയിലേക്ക് ഇങ്ങനെ ക്ഷണിക്കും. എന്നാൽ കണ്ണൊരു കാഴ്ച കാണുകയാണ്. ആ കാഴ്ചയിലൂടെ മനുഷ്യരെ അനുഭവിക്കുന്നത് ഹൃദയമാണ് അല്ലേ. അവൻ്റെ ശരീരം ആസ്വദിക്കണം. ആ തിന്മയിലേക്ക് പിന്നെ ആ കണ്ണുകൊണ്ട് അവൻ ഇങ്ങനെ യാത്രയാകും. അതുകൊണ്ടാണ് അള്ളാഹുവിൻ്റെ വലിയൊരു കൽപ്പന എന്ത്, കുല്ലിൽ മുഅ്മിനീൻ യഗ്ളൂ മിൻ അബ്സാരിഹിം. മുഅ്മിനീങ്ങളോട് നബിയെ പറഞ്ഞു കൊടുക്കണം എന്താ ചെയ്യേണ്ടത്? അവരുടെ കണ്ണുകൾ അവർ താഴ്ത്തട്ടെ. ഇതൊക്കെ റഹ്മാനായ റബ്ബിൻ്റെ കൽപ്പനകളാണ്, ആയത്തുകളാണ്, ഹദീസുകളാണ്. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനാണ് പ്രിയപ്പെട്ടവരെ പറയുന്നത്, കേൾക്കുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അവസാനമായിട്ട് പ്രാർത്ഥനയാണ്, ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. അല്ലാഹുമ്മ യാ മുസരിഫൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, എൻ്റെ ഹൃദയത്തെ നീ ദീനിൽ അടിയുറച്ച് നിർത്തേണമേ. നല്ലോണം പ്രാർത്ഥിച്ചോളി. അല്ലാഹുമ്മ ആതി നഫ്സി തഖ്വാഹാ വസക്കിഹാ അൻത ഖൈറു മൻ സക്കാഹാ അൻത വലിയുഹാ വമൗലാഹാ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തശ്ബഉ വമിൻ ദഅവത്തിൻ ലാ യുസ്തജാബു ലഹാ. എല്ലാത്തൊരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന നമുക്കൊക്കെ അറിയാട്ടോ അല്ലേ? പടച്ചോനെ, നിന്നെ ഭയപ്പെടാത്തൊരു ഹൃദയം, ഉപകാരപ്രദമല്ലാത്തൊരു അറിവ്,
സ്വീകരിക്കപ്പെടാത്ത പ്രാർത്ഥനകൾ, അതിനൊക്കെ തൊട്ട് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, കേഴുകയാണ്, ആവലാതി ബോധിപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. കാരണം നമ്മുടെ ഹൃദയം എന്നുള്ളത് സുന്ദരമാകണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ മുൻകറാത്തിൽ അഖ്ലാഖി വൽ അഅമാലി വൽ അഹ്വാ. അല്ലാഹുവേ, മോശപ്പെട്ട സ്വഭാവങ്ങൾ, മോശപ്പെട്ട ഇച്ഛകൾ, മോശപ്പെട്ട പ്രവർത്തനങ്ങൾ, ഇവയെ തൊട്ടെല്ലാം ഞാൻ ശരണം ചോദിക്കുകയാണ്. പ്രാർത്ഥിക്കാൻ കഴിയണ്ടേ പ്രിയപ്പെട്ടവരെ നമുക്ക്? അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നിങ്ങളോടെന്ന പോലെ എന്നോടെന്ന പോലെ ചില കാര്യങ്ങൾ ഞാൻ സംസാരിച്ചു പോയി എന്ന് മാത്രമാണ്, അല്ലേ? കേവലം അങ്ങനെ എഴുതി വെച്ച നോട്ട് ചെയ്ത ചില കാര്യങ്ങൾ വളരെ കുറഞ്ഞ സമയത്തിനുണ്ട്. കാരണം ഇന്ന് ഞാനല്ല ക്ലാസ് എടുക്കേണ്ടത്, മറ്റൊരു വ്യക്തിയാണ്. ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഇവിടെ ക്ലാസ് എടുത്ത് പോയ ആളാണ്. അപ്പോൾ പെട്ടെന്നൊരാളില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലോട് പറയുമെന്ന ഒരു ചിന്തയിൽ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് എൻ്റെ മനസ്സിനോട്, എൻ്റെ ഹൃദയത്തോട്, എൻ്റെ ശരീരത്തോട് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി ചില കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. പ്രിയപ്പെട്ടവരെ, കേട്ടതിനും പറഞ്ഞതിനുമൊക്കെ ഉപരി ജീവിതത്തിൽ ഉണ്ടാകണം. ഇല്ലാതെ ഈ കേൾവി കൊണ്ടോ ഈ ഇരുത്തം കൊണ്ടോ ഒരു ഉപകാരം ഉണ്ടാവില്ല, നമുക്ക് ഒരു ഉപകാരം ഉണ്ടാവില്ല. നാളെ പരലോകത്ത് ഈ ഇരുത്തം ഉപകാരപ്രദമാവണമെങ്കിൽ ഈ കിട്ടിയ അറിവുകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. കാരണം എന്താ പറഞ്ഞത് എന്നറിയോ? ഒരുപാട് പഠിച്ചിട്ട് ഒരുപാട് അറിവുണ്ടായിട്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരവസ്ഥ അത് യഹൂദികളാണ്. ആരാ യഹൂദികൾ? നമ്മൾ നെന്നത്ത് കൈവച്ചിട്ട് പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ടല്ലോ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അല്ലാഹുവേ, നിന്റെ കോപത്തിനിരയായ പിഴച്ച കക്ഷികളിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ നാഥാ. ഇബ്നു ഉസൈമീൻ റഹ്മത്തുള്ളാഹി അലൈഹി സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഇങ്ങനെ വിശദീകരണം പറയവേ പഠിപ്പിച്ചു തരുന്ന ഏറെ ഗൗരവമേറിയൊരു കാര്യമുണ്ട്. യഹൂദികളുടെ സ്വഭാവം എന്തായിരുന്നു പ്രിയപ്പെട്ടവരെ? ഇൽമുണ്ട്, പ്രവർത്തിക്കൂല. ഇൽമും ബില അമൽ, അറിവുണ്ട്, അവർ പ്രവർത്തിക്കൂല. അതാണ് യഹൂദികൾ. അറിവുണ്ടായിട്ട് അവർ പ്രവർത്തിക്കൂല. ഇപ്പം ഇതേ കാറ്റഗറി, ഇതേ രീതി, ഇതേ ശൈലി, ഇതേ രൂപം ചില വ്യക്തികൾ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ അവരും ആ കൂട്ടത്തിലാണ്. ഏത് കൂട്ടത്തിൽ? അള്ളാഹുവിൻ്റെ കോപത്തിന് ഇരയായവരുടെ കൂട്ടത്തിൽ. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചോളി. വിജ്ഞാന സദസ്സുകളൊക്കെ മുൻനിരയിലുണ്ട്. കേൾക്കുന്ന, അറിയുന്ന, മനസ്സിലാക്കുന്ന, പഠിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള ശ്രദ്ധയോ താല്പര്യമോ ത്വരയോ ഇല്ല എങ്കിൽ നമ്മൾ തന്നെ നെന്നത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. നമ്മൾ തന്നെ നെന്നത്ത് കൈവച്ച് പ്രാർത്ഥിക്കുക. ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തല്ലത് അതാണ്. നമ്മൾ തന്നെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുന്ന അവസ്ഥ പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാനോ നമുക്ക് ആലോചിക്കാനോ കഴിയോ? അതുകൊണ്ട് പറയുന്ന, കേൾക്കുന്ന, മനസ്സിലാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമ്മുടെ ഹൃദയം കുറ്റമറ്റ ഹൃദയവുമായി റഹ്മാനായ റബ്ബിൻ്റെ സന്നിധിയിലേക്ക് പോകണം. അതിന് ദിക്റുകൾ ഉണ്ടാകണം, ദുആകൾ ഉണ്ടാകണം, പ്രാർത്ഥനകൾ ഉണ്ടാകണം, കീർത്തനങ്ങൾ ഉണ്ടാകണം. ഒരു എടുത്തോളി, ഒറ്റ ദിവസം അല്ലേ? നമ്മൾ പ്രഭാതത്തിൽ എണീക്കുമ്പോഴാണ് ഒന്ന് സഹൂറിൻ്റെ സമയത്തിലെ താഴത്തിൻ്റെ സമയത്ത് നമുക്ക് ഈ നോമ്പിന് മാത്രം പോരട്ടോ, നോമ്പല്ലാത്ത സമയത്ത് ഉണ്ടാകണം. യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ലി ലൈലത്തിൻ ഇലസ്സമാഇദ് ദുനിയാ. അതേ ഒന്നാം ആകാശത്തേക്ക് റഹ്മാനായ റബ്ബ് അതേ ആ രാത്രിയുടെ അന്ത്യാമങ്ങളിൽ ഇറങ്ങി വരുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അല്ലാഹ് എന്താ പറയുന്നത്? മയ്യദൂനി ഫഅസ്തജീബ ല. ആരാണ് എന്നോട് പ്രാർത്ഥിക്കാനുള്ളത് അവർക്ക് ഞാൻ ഉത്തരം തരാം. ആരാണ് എന്നോട് ചോദിക്കാനുള്ളത് അവർക്ക് ഞാൻ ആ ചോദ്യത്തിന് ഉത്തരം തരാം. ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ ചെയ്യുന്നത് അവർക്ക് ഞാൻ പാപമോചനം തരാം. ആ സമയമാണ് കഴിഞ്ഞിട്ടോ പ്രാർത്ഥിക്കാനും ദിക്റുകൾ ചെല്ലാനും ദുആകൾ ചെയ്യാനുമുള്ള സമയം. പിന്നെ സുന്നത്ത് നമസ്കാരം അല്ലേ? ഏതാ നമസ്കാരം? 2 റക്അത്ത് സുബഹിൻ്റെ മുന്നുള്ള സുന്നത്ത്. നമ്മൾ റമദാനിൽ മാത്രമല്ല കേട്ടോ, അല്ലാത്ത സമയത്ത് നമുക്ക് ഉണ്ടാവണം. ഇനി ആ ജമാഅത്ത് നമസ്കാരം, അതിനുശേഷമുള്ള പ്രാർത്ഥനകൾ, കീർത്തനങ്ങൾ, അദ്കാറു സ്വബാഹ് അല്ലേ? പ്രഭാത പ്രാർത്ഥനകൾ. കേവല നമസ്കാരത്തിന് ശേഷം കുറച്ച് അസ്തഗ്ഫിറുല്ലയും അൽഹംദുലില്ലയും അല്ലാഹുമ്മ അൻത സലാം മിൻക സലാം തബാറക, ഒറ്റ പോക്കാണ്. എന്ത് സ്പീഡാണെന്നറിയോ? ഇങ്ങനെ ചെല്ലേണ്ട പ്രാർത്ഥനകളാണോ ഇതൊക്കെ? ഇങ്ങനെ ചെല്ലേണ്ട പ്രാർത്ഥനകളാണോ? സുബ്ഹാനല്ലാഹ് എന്നാണ് പറയുമ്പോഴേ നമ്മുടെ മനസ്സിൽ അള്ളാഹു എത്ര പരിശുദ്ധനെന്ന ആ പദം ഇങ്ങോട്ട് പറയുമ്പോൾ ഇങ്ങോട്ട് മനസ്സിനിങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയണം നമുക്ക്. അപ്പോഴേ ഈ പ്രാർത്ഥനകളൊക്കെ റബ്ബിൻ്റെ അരികിൽ സ്വീകാര്യമാവുള്ളൂ പ്രിയപ്പെട്ടവർ. അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ അള്ളാഹുവാണ് വലിയവൻ. എനിക്കെന്തൊക്കെ പ്രതിസന്ധി വന്നാലും, ഭരണകൂട ഭീകരതയുടെ ഭാഗത്തു നിന്ന് വന്നാലും, ഇനി എന്തൊക്കെ ഈ ലോകത്ത് കടന്നു പോകാൻ, അള്ളാഹു അക്ബർ, അള്ളാഹുവാണ് വലിയവൻ.
ഇതൊക്കെയാണ് ഈ പ്രാർത്ഥനകൾ നമുക്ക് സമ്മാനിക്കുന്നത്. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു അസ്ലിഹ് ലീ ശൈനി കുല്ലാ വലാ തകിൽനി ഇലാ നഫ്സി തറഫത ഐൻ. എന്താ പ്രിയപ്പെട്ടവരാ പ്രാർത്ഥനയുടെ അർത്ഥം? അച്ഛനെ എൻ്റെ എല്ലാ കാര്യവും ശരിയാക്കിത്താ, അതാണ് പ്രാർത്ഥനയുടെ അർത്ഥം. കണ്ണിമ വെട്ടുന്ന നേരം പോലും എൻ്റെ കാര്യം എന്നിൽ ഏൽപ്പിക്കല്ലേ എന്ന്. ഇതിട്ട് അർത്ഥമറിഞ്ഞ് ഉൾക്കൊണ്ട് പ്രാർത്ഥിച്ച ഒരു വിശ്വാസിയുടെ റബ്ബുമായിട്ടുള്ള ബന്ധം എത്രയാ. ഇങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം, നമ്മുടെ ഹൃദയം സുന്ദരാകും അല്ലേ, ഹൃദയം സുന്ദരമാകും. അതുപോലെ തന്നെ അദ്കാറുൽ മസാ, പ്രദോഷ പ്രാർത്ഥനകൾ നമ്മൾ മറക്കാൻ. ഒരു ദിവസം എത്ര തവണ ആയത്തിൽ കുറിച്ച് ചെല്ലണം? ഒരു ദിവസം എത്ര തവണ ആയത്തിൽ കുറിച്ച് ചെല്ലണം? 8 തവണ ചെല്ലണം. പിശാച് വന്നിട്ട് പറയാ, ഇത് ചൊല്ലിക്കൊൻ്റെ പ്രയാസം ഉണ്ടാവൂല എന്ന്, ഇത് ചൊല്ലിക്കൊൻ്റെ പ്രയാസം ഉണ്ടാവൂല എന്ന്. അങ്ങനെ പഠിപ്പിച്ചു കൊടുത്ത സൂറത്താണ്, ആയത്താണ് ആയത്തുൽ കുർസി എന്നുള്ളത്. 8 തവണയെ ചെല്ലുണ്ട്. എപ്പോഴൊക്കെ? രാവിലെയും വൈകുന്നേരവും 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷം, ഒന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ. ഇങ്ങനെ ദിക്റുകളിലും ദുആകളിലും പ്രാർത്ഥനകളിലും കീർത്തനങ്ങളിലുമായി മുന്നോട്ട് പോയേക്ക് വല്ലാത്തൊരു മനസ്സംതൃപ്തി, ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അത് ഉറപ്പാണ്. ഖുർആൻ ഓതാത്തൊരു ദിവസം പോലും എന്നിൽ നിന്ന് കഴിഞ്ഞു പോകില്ല എന്നൊരു ഉറച്ച തീരുമാനം എടുത്തൊക്കെ നമ്മുടെ ഹൃദയം അനുഭവിക്കുന്ന വല്ലാത്ത അനുഭൂതി നമുക്ക് കണക്കാക്കാൻ കഴിയാത്തതാവും പ്രിയപ്പെട്ടവരെ, നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതാവും. ആ രൂപത്തിൽ ഇത്തരം വിഷയങ്ങളെയൊക്കെ മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.